മധു, നമുക്ക് ഈ തെന്നിന്ത്യയിലേക്ക് വന്നാലും രാമായണവും സീതയും രാമനുമൊക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ നാലമ്പല യാത്രകളാണെങ്കിലും ഇതെല്ലാം തിരുവല്ലാമലയൊക്കെ ആണെങ്കിലും അതിന്റെ തുടർച്ചയാണ്. പക്ഷേ വേറൊരു കൗതുകകരമായിട്ടുള്ള രാമായണത്തിൽ നിന്നുള്ളൊരു കഥ പറയാം. അത് നേരത്തെ ഞാൻ ഒഡീഷയിലെ സംബാൽപൂരിലെ കഥ പറഞ്ഞിരുന്നു. ഇതിന് സമാനമായിട്ട് ഈ യാത്രക്കിടയിൽ താപസ വാടങ്ങളൊക്കെ സന്ദർശിക്കുന്നിടയിൽ ശ്രീരാമനും സീതാദേവിയും ചേർന്ന് അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുന്നുണ്ട്. അവിടെ വെച്ച് സീതാദേവിക്ക് അദ്ദേഹത്തിൻ്റെ പത്നി അനസൂയ ദേവി ഒരു സാരി കൊടുക്കുന്നുണ്ട്. ആ സാരി കൊടുക്കുമ്പോൾ പറയുന്നത്, വനത്തിൽ പോവുകയല്ലേ, ഇരുവശവും മുഷിവ് അറിയാത്ത ഒരു സാരി തരാം എന്നാണ്. അങ്ങനെയാണ് അത് രണ്ടു വശവും ഉടുക്കാവുന്ന ഒരു സാരിയാണ്. ഇപ്പോഴും ആ സാരി കർണാടകത്തിൽ നെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കൗതുകകരം. അതിൻ്റെ തുടർച്ച ഇപ്പോഴുമുണ്ട്. അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇതാ ഞങ്ങൾക്ക് പുതിയൊരു മാർക്കറ്റ് തുറന്നു കിട്ടും, അത് ആ വിധത്തിൽ ഉള്ള ഊർജ്ജസ്വലമായ ഒരു തുടർച്ച നൽകും എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഓരോയിടത്തും ഇതുപോലുള്ള പാദമുദ്രകളുണ്ട്. അത് പലതരത്തിൽ സമൂഹത്തിൻ്റെ ജീവോപാധികളായി പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ മാറിയിട്ടുമുണ്ട് നൂറ്റാണ്ടുകളിലൂടെ. അതിനൊക്കെ ഇത് പുതിയ ഊർജം നൽകും എന്നുള്ളതാണ് ഇപ്പോൾ തീർച്ചയായിട്ടും മധു, പല മേഖലകളിലുള്ളവർക്ക് ഇതൊരു പുതിയ ഉണർവേക്കും ഒരു ഊർജം നൽകുമെന്ന് തന്നെ കരുതാം. ഒപ്പം ഞാനൊരു ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഇന്ന് മിഴി തുറക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, മുഹൂർത്തം, അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? ഈ മിഴിതുറക്കൽ എന്ന് പറയുന്നത് അത് ഇവിടെ എല്ലായിടത്തും പ്രതിഷ്ഠയിലുള്ള ഒരു ചടങ്ങ് തന്നെയാണ്. അത് നേത്രോന്മീലനം എന്നാണ് അതിൻ്റെ വാക്ക്. നേത്രോന്മീലനത്തിന് ശേഷമാണ് ഉന്മീലിത നേത്രനായ ഭഗവാനെ കാണാൻ ഭക്തർക്ക് അവസരം കിട്ടുന്നത് എന്നുള്ളതാണ് ആ വിശ്വാസം. അത് മിഴി തുറക്കുമ്പോൾ അവിടെ അത് പൊന്നിൻ്റെ സൂചി കൊണ്ട് കൺമഷി എഴുതുന്ന ഒരു വിധത്തിലാണ് അവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ പൊന്നിൻ്റെ സൂചി അല്ലെങ്കിൽ സ്വർണം നിരന്തരം രാമായണ കഥയിൽ വരുന്ന ഒന്നാണ്. സീതയെ കിട്ടുന്നത് തന്നെ ജനക മഹാരാജാവ് സ്വർണ്ണക്കലപ്പ് കൊണ്ട് ഉഴുമ്പോഴാണ് എന്നുള്ള ഒരു കഥ ഒരിടത്ത്. അതിനുശേഷം ത്രയംബകം വില്ല് അത് ഒടിക്കുന്നത് ശ്രീരാമൻ ആ പരിഗ്രഹം നടത്തുന്നത് അത് സ്വർണം കൊണ്ടായിരുന്നു. മൃഗം വരുന്നത് സ്വർണ്ണമാനാണ് കടന്നു വരുന്നത്. ലങ്ക സ്വർണ്ണപുരി തന്നെയായിരുന്നു ലങ്ക. ആ വിധത്തിൽ വീണ്ടും രാമന് പൊന്നിൻ്റെ സൂചി കൊണ്ട് നേത്രോന്മീലനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് സ്വർണവുമായി കഥ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ത്രേതായുഗത്തിൽ എങ്ങനെയാണ് സ്വർണത്തിൻ്റെ ആ ഒരു പ്രാധാന്യം എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും രാമായണത്തിൽ നിരന്തരമായി സ്വർണം കടന്നു വരുന്നു എന്നുള്ളത് വലിയ കൗതുകകരമാണ്. ഈ ഒരു ഘട്ടത്തിൽ പുതിയ 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു കൃതിക്ക് പുതിയൊരു ക്ഷേത്രം തുറക്കുമ്പോൾ അവിടെയും സ്വർണം യാദൃച്ഛികമായാണെങ്കിലും കടന്നു വരുന്നു എന്നുള്ളത് വളരെ കൗതുകകരമാണ് മൂർത്തി. ശരി മധു.